ഞാനൊരു ദിവസം വീട്ടിലിരിക്കുമ്പോൾ ചന്തു എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സാർ ഒരു കഥ പറയാനുണ്ട്, ഒന്ന് കേൾക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ കഥ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കഥ കേട്ടപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. വളരെ മനോഹരമായി പറഞ്ഞു. വളരെ കോസ്റ്റ് കുറച്ച് ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോൾ ആരെങ്കിലും പ്രൊഡ്യൂസർമാരെ കിട്ടണം എന്ന് പറഞ്ഞു. തപ്പിക്കൊണ്ട് നടക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അജിത്ത് വിനായക ഒരു ദിവസം എൻ്റെ വീട്ടിൽ വന്നു. അപ്പോൾ ഈ കഥ ഞാൻ അജിത്ത് വിനായക വേറെ പടം എടുക്കാൻ വേണ്ടി വന്നത്, അഭിനയിക്കാൻ വേണ്ടി വിളിച്ചു. എൻ്റെ അച്ഛനുമായിട്ട് അജിത്തിന് ഭയങ്കര അടുപ്പമുണ്ടായിരുന്നു. അപ്പോൾ അച്ഛനെ കാണാൻ വന്നപ്പോഴാണ് ഞാൻ കാണുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞു, സാർ അഭിനയിക്കാൻ. ഞാൻ പറഞ്ഞു, ഒരു കഥയുണ്ട്, നിങ്ങൾ കോസ്റ്റ് കുറച്ചെടുത്ത് തരും, നല്ലൊരു ഡയറക്ടറാണ്. ഞാൻ സാജൻ ബേക്കറിൽ ചന്തുവിനോട് അഭിനയിച്ചു. വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ഡയറക്ടറാണ്. വളരെ നമ്മളെ മനസ്സിലാക്കുന്ന, നമ്മുടെ മനസ്സിലിരിപ്പോൾ നമ്മുടെ പൊട്ടൻഷ്യലും മനസ്സിലാക്കി നമ്മളെ യൂട്ടിലൈസ് ചെയ്യുന്നൊരു നല്ല സംവിധായകനായിട്ടാണ് ചെറുപ്പക്കാരൻ എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഒരുപാട് പടങ്ങൾ ഞാൻ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും നമ്മുടെ വീക്ക്നെസ്, നമുക്ക് എല്ലാ മനുഷ്യനും ഒരു നല്ല വശമുണ്ട്, നമ്മുടെ വീക്കായ വശം. അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളെ ക്യാരക്ടറിനനുസരിച്ച് നമ്മളെ മോൾഡ് ചെയ്യാൻ ചന്തുവിന് നന്നായി കഴിയും. അത് സാജൻ ബേക്കറിയിലെ അമ്മാച്ചനായിട്ട് ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അജുവിൻ്റെയും ജയയുടെയും അമ്മാച്ചനായിട്ട്. അത് ആ ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ എനിക്ക് വളരെ കംഫർട്ടബിൾ. നമുക്കൊരു ടെൻഷനോ കാര്യങ്ങളൊന്നുമില്ല. ചന്തുവിനും ഒരു ടെൻഷനില്ല, ഇങ്ങനെ കൂളായി നിൽക്കുന്ന. ശരിക്കും കണ്ട ടെൻഷനിലാണോ ഇരിക്കുന്നത് എന്നറിയില്ല. അങ്ങനെ അജിത്തിനോട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു സിനിമയുണ്ട്, ഒരു കഥയുണ്ട്, നിങ്ങളൊന്ന് കേട്ട് നോക്കുന്നത്. അവൻ പറഞ്ഞു, അയ്യോ അയച്ചിട്ട് നാളെ തന്നെ കേൾക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചന്തുവിനെ വിളിച്ചു. ചന്തുവും വന്ന് ശിവസായിയും കൂടി ഇവർ രണ്ടും കൂടി കഥ പറയാനായിട്ട് അജിത്തിനടുത്ത് പോയി. തിരിച്ചു വരുമ്പോൾ ഇവർ വന്ന് എൻ്റെ അടുത്ത് നിൽക്കുകയാണ്. ഞാൻ ഇരിക്കുമ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഒന്ന് കാണണം അത്യാവശ്യം. ചന്തു വെളി വന്നിട്ട് വിളിച്ചു. വേറൊരു ഓഫീസിൽ ഇരിക്കുകയായിരുന്നു ഞാൻ. അകത്ത് വന്നിട്ട് പറഞ്ഞു, സാറേ അഡ്വാൻസ് തന്നു. അങ്ങനെ അജിത്ത് കഥ കേട്ട ഉടൻ ഇവർക്ക് രണ്ടുപേർക്കും അഡ്വാൻസ് കൊടുത്തു. അജിത്തിന് ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞിട്ടാണ് ഈ പടം തുടങ്ങാൻ നമ്മൾ വന്നു. അപ്പോൾ കോവിഡ് വന്നു കഴിഞ്ഞു. പക്ഷേ കോവിഡിൻ്റെ അവസാനം നേര് ഷൂട്ട് ചെയ്തു. അതിന് ശേഷമാണ് ഞാൻ ഈ പടത്തിൽ അഭിനയിക്കുന്നത്. നേരിൽ അഭിനയിച്ചതിന് ശേഷം നേരല്ല, പിന്നെ നമ്മുടെ ജിത്തുവിൻ്റെ തന്നെ അല്ലല്ല ദൃശ്യം 2 അത് കഴിഞ്ഞപ്പോൾ ഈ പടം വന്നു. ഇത് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് കോവിഡ് അടിച്ച്. ഇവർക്ക് കിട്ടുമെന്ന് വിചാരിച്ചു, പക്ഷേ കിട്ടിയില്ല. വേറെ ആരോട് കൊടുത്തത്, ഞാനല്ല. ഞാൻ അവിടെ നിന്ന് പൊയ്ക്കളഞ്ഞു. പിന്നീട് അത് കഴിഞ്ഞ് ഇലക്ഷൻ വന്നു. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്നത്. ഗ്യാപ്പിന് ശേഷം വീണ്ടും ഷൂട്ട് ചെയ്യുന്നു. പക്ഷേ ഒരു കുറഞ്ഞ സ്ഥലത്ത് വെച്ചിട്ട് വളരെ രസകരമായി. കാരണം നമുക്ക് ഈ ക്യാരവനിൽ പോയി ഇരിക്കാൻ തോന്നില്ലായിരുന്നു.